മീസ് റിലാക്സ് ചെയ്ത ലക്ഷ്മി. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സാധാരണ ഇതേപോലത്തെ തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. മെറിറ്റിൻ്റെ, ഉഷയുടെ, സിംഗറിൻ്റെ ഒക്കെ സാധാരണ ഇതേപോലത്തെ തയ്യൽ മെഷീൻ നമ്മൾ വീട്ടിലിരുന്നിട്ട് നമ്മൾ അത്യാവശ്യം നമ്മുടെ ചെറിയ ചെറിയ സാധനങ്ങൾ സ്റ്റിച്ച് ചെയ്യാനോ വീട്ടുകാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സ്റ്റിച്ച് ചെയ്യാനോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെഷീൻ നമ്മൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, അതിനകത്ത് കുറച്ച് വരുന്ന മിസ്റ്റേക്കുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും നമ്മുടെ മെഷീൻ നമുക്ക് എന്തായാലും ഒരുപാട് നാൾ നിൽക്കണം എന്നാണ് ആഗ്രഹമുള്ളത്. അപ്പോൾ അങ്ങനെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. കുറേ മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ മെഷീനകത്ത് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്ന ഓയിലാണ്. എനിക്ക് പരിചയത്തിൽ തന്നെ ഒത്തിരി പേരുണ്ട് എൻജിൻ ഓയിൽ, അതേപോലെ തന്നെ നമ്മൾ കുക്കിംഗ് ഓയിൽ, അതായത് കോക്കനട്ട് ഓയിൽ, പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഈ വെളിച്ചെണ്ണയും മണ്ണെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പരിപാടി. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ പലരും പല രീതിയിൽ നമ്മുടെ മെഷീനിലേക്ക്, അതായത് വണ്ടിയുടെ എൻജിൻ ഓയിലില്ലേ അതുവരെ യൂസ് ചെയ്യുന്ന ആൾക്കാർ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ മെഷീനിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫാൻസി ഷോപ്പോ അല്ലെങ്കിൽ ചെറിയ ബട്ടൺ ഹൗസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെഷീൻ്റെ പാർട്സും സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഷോപ്പുകളിലാണെന്നുണ്ടെങ്കിലും നമുക്ക് മെഷീന് വേണ്ടിയിട്ടായിട്ടുള്ള പ്യുവറായിട്ടുള്ള നല്ല വൈറ്റ് ഓയിലില്ലേ അങ്ങനത്തെ ഓയിൽ മേടിക്കാൻ കിട്ടും. ആ ഒരു കട്ടി കുറഞ്ഞ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആ ഓയിലാണ് നമ്മുടെ മെഷീനകത്ത് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളത്. അല്ലാത്ത ഓയിലുകളോ വേറെ പല പല മെഷീൻസൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ മെഷീൻ്റെ ഓയിലുകളോ വണ്ടിയുടെ ഓയിലോ ഇങ്ങനത്തെ ഓയിലുകളോ ഒന്നും ഒരിക്കലും നമ്മുടെ മെഷീനകത്ത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കയ്യോടെ തന്നെ ഒഴിവാക്കുന്നതായിരിക്കും വളരെ നല്ലത്. നമ്മുടെ മെഷീൻ കുറച്ച് നാൾ ലൈഫ് ലോങ് നിൽക്കണം എന്നുണ്ടെങ്കിലും നമ്മുടെ മെഷീൻ്റെ ഉള്ളിലെ പാർട്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ആ ഓയിലുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ മെഷീന് വേണ്ടിയിട്ടുള്ള സാധാരണ നമ്മുടെ ഈ പൊട്ട്, വള, കമ്മൽ ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഫാൻസി ഷോപ്പില്ലേ അങ്ങനത്തെ ഫാൻസി ഷോപ്പിൽ തന്നെ നമുക്ക് ഇതേപോലെ സാധാരണ നമ്മുടെ സൂയിങ് മെഷീന് വേണ്ടിയിട്ടുള്ള നല്ല പ്യുവറായിട്ടുള്ള ഓയിൽ മേടിക്കാൻ കിട്ടും. ആ വൈറ്റ് കളറുള്ള നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെള്ളമായിട്ട് തന്നെ നമുക്ക് തോന്നും അതുപോലത്തെ ഓയിലാണ് ഞാൻ കാണിച്ചു തരാം. ഓയിൽ അപ്പോൾ ആ ഓയിൽ മേടിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. അപ്പോൾ ഇതാണ് ആ ഓയിൽ. ഇത് സിംഗർ, ഇതേപോലെ ബ്രദർ, ജൂക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മെഷീൻ്റെ പേര് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സൂയിങ് മെഷീൻ ഓയിൽ എന്നുള്ളത്. അത് നമുക്ക് ഷോപ്പിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് മേടിക്കാം. ഇത് തന്നെ മേടിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഇതിൻ്റെ MRP റേറ്റ് വരുന്നത് 190 പക്ഷേ എനിക്ക് ഇത്രയും റേറ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഇതിലും കുറവായിരുന്നു. കാരണം ആ ഷോപ്പിൽ ഞാൻ ഒരു ബട്ടൺ ഹൗസിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഇതിലും റേറ്റ് കുറവായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഓയിൽ മേടിക്കുക. ഇനിയിപ്പോൾ നമ്മൾ എപ്പോഴും ഒരുപാട് മെഷീൻസൊക്കെ ഉള്ള ആൾക്കാരാണ് എപ്പോഴും നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ 1 ലിറ്ററിൻ്റെ അല്ല വലിയ ക്യാനൊക്കെ മേടിക്കാൻ കിട്ടും. അങ്ങനെ മേടിച്ച് വെക്കാം. ഇനി നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ സാധാരണ ഒരു മെഷീൻ മാത്രമേ ഉള്ളൂ, ഏതെങ്കിലും കാലത്തൊക്കെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്, എപ്പോഴും ഒന്നും ഓയിലിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്, ചെറിയ ക്യാൻ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതാണ് നമ്മുടെ ചെറിയ ക്യാനകത്ത് വരുന്നത്. ഒരു 40 രൂപയ്ക്ക് റേറ്റ് വരുന്നുള്ളൂ. ഇതേപോലത്തെ ചെറിയ ക്യാനിൽ ഇതേപോലെ ഓയിൽ ഒഴിക്കുന്ന ഈ ഒരു ബോട്ടിലാണ് വരുന്നത്. ഇത് 30 രൂപയായിട്ട് ഈ ബോട്ടിലും ഓയിലും കൂടിയാണ് മേടിക്കാൻ കിട്ടുന്നത്. ഞാൻ ഈ ഒരു മെഷീന് വേണ്ടിയിട്ട് ഈ ഒരു ഓയിലാണ് മേടിച്ചേക്കുന്നത്. അതേപോലെ തന്നെ ഇത് പവർ മെഷീന് വേണ്ടിയിട്ട് മേടിച്ചിരിക്കുന്ന കേട്ടോ. ഇത് തന്നെ ഇതിനും യൂസ് ചെയ്യാം. നമുക്കിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫില്ല് ചെയ്തിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ എന്താ പറയുക, ഒത്തിരി ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് കൂടെ ഒരു ക്യാൻ മേടിച്ച് വെച്ചാൽ തന്നെ ഇത് ഒരുപാട് നാൾ ഉപയോഗിക്കാനുള്ളതുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇന്ന് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ പ്യുവർ ആയിട്ടുള്ള ഓയിലുകൾ നമ്മൾ മാറ്റി വെക്കുക, മേടിച്ച് വെക്കുക. അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് മെഷീനിനകത്ത് എവിടെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് ഓയിൽ ചെയ്യേണ്ടതെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മൾ ഓയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ 1-2 ഹോള് കാണുന്നതിനകത്തൊക്കെ മാത്രം നമ്മൾ ഓയിൽ ചെയ്തിട്ട് നമ്മളങ്ങ് പോകും. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഒരിക്കലും ചെയ്യേണ്ടത്. ഞാനിപ്പോൾ പറയുന്ന രീതി നിങ്ങൾ നല്ലപോലെ സ്കിപ്പ് അടിക്കാണ്ട് ഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഞാൻ ഓയിലൊക്കെ ഞാൻ ചെയ്യുന്നതാണല്ലോ എന്ന് ചിന്തിക്കരുത്. നമ്മൾ ഏത് രീതിയിലാണ് ഓയിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണണം കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ ഈ 3 കുഞ്ഞു ഹോളുകൾ കണ്ടോ, ഇതിനകത്താണ് ഓയിൽ ഇടേണ്ടത്. ഇതിനകത്ത് ഓയിൽ ഇടുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഓയിൽ ഒരിക്കലും ഒഴിക്കരുത്. ഒരു 3-4 ഡ്രോപ്സ് മാത്രം ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ ഈ നീഡിൽ ബാർ ഉണ്ടോ, അതായത് ഈ പൊങ്ങുന്ന ഈ നീഡിൽ ബാർ ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ വീല് റൊട്ടേറ്റ് ചെയ്യുമ്പം ഇതിൻ്റെ ഈ ഒരു ചുറ്റും ഇങ്ങനെ ഒരു 4-5 തുള്ളി ഒഴിച്ചു കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ നേരെ വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെ കണ്ടോ ഈ ഹോളുകളിലെല്ലാം ഇടുക. ഈ വീലിൻ്റെ ഈ ഒരു ഇവിടെ ഉണ്ടല്ലോ, ഇവിടെയും നമ്മൾ ഓയിലിട്ട് കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു പ്ലേറ്റ് കാണാം, ഈ പുറകു വശത്തായിട്ട്. ഈ പ്ലേറ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മുകളിലോട്ട് ഉയർത്തി വെക്കുക. അതിങ്ങനെ നമുക്ക് ലൂസാക്കി കഴിയുമ്പോൾ ഈ പ്ലേറ്റ് ഇങ്ങനെ അനങ്ങും. അതിങ്ങനെ മുകളിലോട്ട് ഉയർത്തി വെക്കുക. ഇതിന് ശേഷം നമ്മൾ ഈ ക്യാൻ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ
ഇത് ഒഴിച്ചു കൊടുക്കുക ഓയിൽ. ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ വീലെ പിടിച്ചിങ്ങനെ ഒന്ന് കറക്കണം. അപ്പോൾ ഇതിനകത്ത് കുറേ ക്ലാമ്പുകൾ ഇങ്ങനെ അനങ്ങുന്ന കാണാം. ഈ അനങ്ങുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണോ അതിനുള്ളിലൊക്കെ നമ്മൾ ഇതേപോലെ ഓയിലിട്ട് കൊടുക്കണം. അല്ലാണ്ട് ജസ്റ്റ് എവിടെയെങ്കിലും ഒഴിച്ചു കൊടുത്തുകൊണ്ട് കാര്യമില്ല. നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുക എവിടെയൊക്കെയാണ് അനങ്ങുന്നതെന്നുള്ളത്. ആ അനങ്ങുന്ന ഏരിയയിൽ ആ സ്ക്രൂവും ആ ക്ലാമ്പൊക്കെ വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഓയിൽ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നമ്മൾ ഓയിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മോട്ടറിൽ ഒരിക്കലും ഓയിൽ, ഇത് ഈ സ്ക്രൂ ഒക്കെ കണ്ടോ, ഇതിലൊക്കെ ചിലരൊക്കെ ഓയിൽ ഇടുന്നത് എനിക്കറിയാം. അങ്ങനെയൊന്നും ഒരിക്കലും ഓയിലിട്ട് കൊടുക്കരുത്. കാരണം നമ്മുടെ ഇത് അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ മോട്ടർ. അപ്പോൾ എന്നിട്ട് നമ്മളിത് ഓയിൽ ചെയ്ത ശേഷം ഇതിങ്ങനെ തിരിച്ച് പഴയപടി തന്നെ വെക്കുക. അതിനുശേഷം നമ്മൾ നേരെ ഇങ്ങോട്ടാണ് വരേണ്ടത്. ഇവിടെ നമ്മൾ കുറച്ച് ഓയിലിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഇനി നമ്മൾ ഓയിൽ ചെയ്യേണ്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യാതിരിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം സാധാരണ നമ്മൾ ഈ ഹോളുകളിലൊക്കെ മാത്രം ചെയ്തിട്ട് അങ്ങ് വിടും. അങ്ങനെയല്ല, നമ്മൾ ഈ ഫേസ് പ്ലേറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും ഓയിൽ ചെയ്തിരിക്കണം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനിടയ്ക്ക് കൂടി ഒന്നും ഒഴിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. നമ്മൾ ആദ്യം തന്നെ ഈ സ്ക്രൂ ഒന്ന് അഴിക്കണം. സ്ക്രൂ അഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഈ സ്ക്രൂ മുഴുവനായിട്ട് ഒരിക്കലും അഴിച്ചെടുക്കരുത്. നമുക്കിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്താൽ മതി. നമുക്ക് ലൂസ് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഫേസ് പ്ലേറ്റ് അങ്ങ് അഴിച്ചെടുക്കാം. ഇത് കണ്ടൊന്ന് ലൂസാക്കിയിട്ട് ഇതിങ്ങനെ മുകളിലോട്ട് ഉയർത്തിയാൽ നല്ല സിമ്പിളായിട്ട് ഈ സാധനം ഇങ്ങനെ അഴിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ആ സ്ക്രൂ ഒന്നും മുഴുവൻ അഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് എടുത്ത് മാറ്റി വെച്ച ശേഷം ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ഓയിൽ കൊടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ നേരത്തെ കറക്കിയ പോലെ തന്നെ ഈ വീലൊന്നിങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. വീല് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെയൊക്കെയാണോ അനങ്ങുന്നത് കണ്ടോ, ഇവിടെയൊക്കെ ഒരു അനങ്ങുന്ന കണ്ടോ, സ്ക്രൂ ഒക്കെ കണ്ടോ, ഈ ഏരിയയിലൊക്കെ നമ്മൾ നല്ലപോലെ ഒന്ന് ഓയിൽ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഒഴിക്കാതിരിക്കുക. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെയാണ് ഓയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ തൽക്കാലത്തേക്ക് കുറച്ച് നേരം സ്റ്റിച്ച് ചെയ്യുന്നില്ല, ഓയിലിങ് മാത്രം ചെയ്യുക എന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഇട്ടതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മളിപ്പോൾ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അധികം ഒഴിക്കരുത്, ഒരു കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം പഴയപടി തന്നെ ഓയിലിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ തിരിച്ച് ഇതേപോലെ തന്നെ ഇടുന്നു. ഇത് കറക്റ്റായിട്ട് വെക്കണം. ഇത് ഇങ്ങനെ പൊങ്ങിയിരിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സൗണ്ട് കൂടുതലായിട്ട് കേൾക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ചാനലിൽ കയറി കാണുകയാണെങ്കിൽ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത ശേഷം നല്ലപോലെ താഴേക്ക് താത്തി വെച്ചിട്ട് നമ്മൾ പഴയപടി തന്നെ ഇത് ടൈറ്റ് ചെയ്ത് വെക്കാൻ പോവാം കേട്ടോ. ഓക്കെ, സ്ക്രൂ ഇങ്ങനെ ടൈറ്റാക്കി വെച്ചു. ഇനി നമ്മൾ ഓയിൽ കൊടുക്കേണ്ട ഭാഗം ഇവിടെ ഒരു ചെറിയ ഹോള് കണ്ടോ, ഇവിടെ ഓയിൽ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഓയിലിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻ നമ്മൾ മുകളിലേക്കൊന്ന് ഉയർത്തി വെക്കുക. ഇതിന് ശേഷം നമുക്ക് താഴെയാണ് ഓയിൽ കൊടുക്കേണ്ടത്. താഴെ എവിടെ ഓയിൽ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷട്ടിലിൻ്റെ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയ, ഇതിനുള്ളിൽ ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഓയിൽ ഇടുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ എന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റിച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് 2 ഡ്രോപ്സ്, ഒരുപാട് അധികം നമ്മൾ ഒരിക്കലും ഒഴിക്കരുത്. കാരണം നമ്മുടെ ക്ലോത്തിലോട്ട് ഈ ഓയിൽ വന്നിട്ട് നമ്മുടെ ക്ലോത്തൊക്കെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 2 അല്ലെങ്കിൽ ഒരു 3 തുള്ളി അത്രയും മാത്രം ഈ ഏരിയയിൽ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നല്ല സ്മൂത്തായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓയിൽ കൊടുക്കുന്ന കാര്യം ആരും മറന്നു പോകരുത് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ താഴ്ഭാഗത്ത് കുറച്ച് ഏരിയകളിൽ നമുക്ക് ഓയിൽ കൊടുക്കാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ വീൽ ഇതേപോലെ ആദ്യം പറഞ്ഞ പോലെയൊക്കെ തന്നെ ഇതേപോലെ വീലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എവിടെയൊക്കെയാണോ നമ്മുടെ സ്ക്രൂകളും അനക്കങ്ങളും റൊട്ടേഷനൊക്കെ നടക്കുന്ന ഏരിയ, അവിടെയൊക്കെ നമ്മൾ ഓയിൽ ഇച്ചിരി ഇട്ട് കൊടുക്കണം. കണ്ടോ, ഇവിടെയൊക്കെ അനങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സ്ക്രൂവിൻ്റെ ഇവിടെയൊക്കെ നമ്മൾ ഓയിലിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ ഇതേപോലെ ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും, അതായത് ഒരു മാസത്തിൽ 1-2 തവണയൊക്കെ നമ്മുടെ മെഷീനിൽ ഇരിക്കുന്നുള്ളൂ, വീട്ടിലെ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊക്കെ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, എല്ലാ ദിവസവും ഒന്ന് ഓയിൽ ഇട്ട് കൊടുക്കാൻ പറ്റിയ അത്ര നല്ലത്. ഇല്ലെങ്കിൽ ഒരു 15 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതുപോലെ ഒന്ന് ഓയിൽ ചെയ്തിട്ട് കൊടുത്തിട്ട് മെഷീൻ വെക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് 2 മാസത്തിനുള്ളിലാണ് പിന്നെ അടുത്ത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സർവീസ് സെൻറ്ററിലൊക്കെ കൊണ്ടുപോയി റെഡിയാക്കേണ്ടി വരും. അതിലും ഭേദം നമ്മൾ നല്ലപോലെ ഓയിൽ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ഇടുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് നോക്കുക. അതാണ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ. ഒരിക്കലും മണ്ണെണ്ണയും വെളിച്ചെണ്ണ സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. ഇതേപോലത്തെ പ്യുവർ ആയിട്ടുള്ള വൈറ്റ് കളർ നമ്മുടെ പ്യുവർ ഓയിൽ മാത്രം ഉപയോഗിക്കുക. എന്നിട്ട് ഈ പറഞ്ഞ രീതിയിലൊക്കെ ഒന്ന് ഓയിൽ ചെയ്ത് കൊടുക്കുക. ഡെയിലി സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഓരോ ഡ്രോപ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ അത്രയും നമ്മുടെ സ്റ്റിച്ചൊക്കെ സ്മൂത്തായിട്ട് വരും. മെഷീന് ഒരു സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. ഇനി നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴെങ്കിലും, അതായത് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒരു 2 മാസം കൂടുമ്പോൾ ഒരിക്കലൊക്കെയാണ് നമ്മൾ മെഷീൻ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വീക്ക്ലി 1 ടൈമെങ്കിലും ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഓയിൽ ചെയ്ത് വെക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ നല്ല രീതിയിൽ ഇരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു തവണ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ 2 മാസം കഴിഞ്ഞാണ് പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത്രയും നാൾ നമ്മുടെ മെഷീൻ ഇരിക്കുന്നതോറും നമ്മുടെ മെഷീന് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൂടത്തേ ഉള്ളൂ.
അപ്പോൾ പിന്നെ നമ്മുടെ സർവീസ് സെൻറ്ററിലൊക്കെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യങ്ങളൊക്കെ വരും. അതായത് കുറേ നാളിങ്ങനെ നമ്മൾ ഓയിലൊന്നും ചെയ്യാണ്ടിരിക്കുന്ന മെഷീനല്ലേ, അപ്പോൾ സർവീസ് സെൻറ്ററിലൊക്കെ കൊണ്ടുപോകേണ്ടി വരും. അതിലും ഭേദം നമ്മുടെ മെഷീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം എങ്ങാനും നല്ലപോലെ ഒന്ന് ഓയിൽ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉപയോഗിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓയിലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മുടെ ഈ സാധാരണ മെഷീനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ മെയിനായിട്ട് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി അധികം പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനോ അങ്ങനെയുള്ള പർപ്പസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനത്തെ മെഷീൻ മേടിക്കാൻ പാടില്ല. നമ്മളിങ്ങനത്തെ വീട്ടിലെ ചെറിയ ചെറിയ സാധനങ്ങൾ സ്റ്റിച്ച് ചെയ്യണം. അതും കട്ടിയുള്ള ജീൻസ് അല്ലെങ്കിൽ നല്ല തിക്നെസ്സുള്ള മെറ്റീരിയൽ, ഇപ്പം പിള്ളേരൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ അവർ ജീൻസ് ഒക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മെഷീൻ പരമാവധി യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മൾ ഇച്ചിരി അത്യാവശ്യം നല്ലപോലെ സ്റ്റിച്ച് ചെയ്യാനും പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അംബ്രല്ല മെഷീൻ മേടിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഈ മെഷീൻ പരമാവധി നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മുടെ ചെറുതായിട്ട് അത്യാവശ്യം 1-2 ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനും അത്യാവശ്യം നമ്മുടെ എന്താ പറയുക ചെറിയ ചെറിയ ടോപ്പുകളോ ബ്ലൗസുകളോ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് പുറത്തേക്ക് കൊടുക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഒരിക്കലും സ്പീഡിലൊക്കെ സ്റ്റിച്ച് ചെയ്യാനും വേഗം വർക്ക് ചെയ്ത് കൊടുക്കാനൊന്നും ഇങ്ങനത്തെ മെഷീൻ പറ്റത്തില്ല. അതിന് നല്ലത് അംബ്രല്ല മെഷീനാണ്. ഇനി നമ്മൾ ഒരു വലിയൊരു ഷോപ്പായിട്ടോ അല്ലെങ്കിൽ അത്യാവശ്യം എന്താ പറയുക കുറച്ചധികം പീസുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പവർ മെഷീൻ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഓയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നിങ്ങൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെയാണ് നല്ല ഗ്യാപ്പ് എടുത്തിട്ട് അത് 2 മാസം കൂടുമ്പോഴൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മെഷീൻ നല്ല പോലെ മൂടിയിടുക. വീക്ക്ലി വൺസ് എങ്കിലും നമ്മളിപ്പോൾ കാണിച്ച രീതിയിൽ ഓയിൽ ചെയ്യണം കേട്ടോ. വീക്ക്ലി വണ്ണെങ്കിലും അതേപോലെ ഓയിൽ ചെയ്ത് വെച്ചിട്ട് നല്ലപോലെ നമുക്ക് ഈ മെഷീൻ മേടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതിന് കവർ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പരിചയമുള്ള കുറച്ച് ടീംസ് ഉണ്ട്. നമുക്ക് ഈ മെഷീൻ്റെ ഒപ്പം തന്നെ കവർ വരും. എല്ലാ മെഷീനും വരുന്നതാണത്. പക്ഷേ ചില ഷോപ്പുകളിലൊന്നും അവർ ഈ കവർ നമുക്ക് ഈ മെഷീൻ്റെ കൂടെ തരില്ല. പരമാവധി നിങ്ങൾ ചോദിച്ച് കവർ ഉണ്ടോ എന്നുള്ളത് ചോദിച്ച് മേടിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കവർ അവർ മിക്കവാറും തരില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടർ എങ്ങനത്തെ മോട്ടറാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. നമ്മുടെ മെഷീൻ ഒരു നല്ല കുറേ നാൾ നിലനിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മെഷീൻ യൂസ് ചെയ്യേണ്ടത് ഇതേപോലത്തെ ചെറിയ മോട്ടറാണ് ഉപയോഗിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഈ സാധാരണ സിംഗിൾ നീഡിൽ മെഷീന് വേണ്ടിയിട്ട് നമ്മൾ വലിയ അംബ്രല്ല മെഷീൻ്റെ മോട്ടറാണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടായിരിക്കും. നമ്മൾ സൗണ്ടിൻ്റെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരെന്തായാലും കാണണം. പിന്നെ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം കേട്ടോ. അങ്ങനെ നമ്മൾ എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്നതാണ്, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലപോലെ കവർ ചെയ്തിട്ട് വേണം നമ്മൾ മെഷീൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഈ ചില വീടുകളുണ്ടല്ലോ, ഓടിട്ട വീട് അല്ലാതെ എന്താ പറയുക പൊടിയൊക്കെ അധികമുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള ഇരിക്കുന്ന മെഷീനകത്ത് നിറച്ച്, അതായത് നമ്മുടെ ഈ പാർട്സിനുള്ളിലൊക്കെ നിറച്ച് പൊടി കയറാനും അത് കറയായിട്ട് നമ്മുടെ ഓയിലും ആ പൊടിയും കൂടെ ചേർന്നിട്ട് കറയായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചില ഇടങ്ങളിൽ നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് ക്ലിയറായി കാണുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ചില ഇടങ്ങളിൽ കാണാം നല്ല കറയായിട്ടുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് സോപ്പ് വാഷ് ചെയ്തിട്ട് ഓയിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോപ്പ് വാഷ് ചെയ്ത് അതേപോലെ ഓയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കറയും കാര്യങ്ങളൊക്കെ പൊക്കോളും. നമ്മുടെ മെഷീൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നന്നായിട്ട്, അതായത് എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കവർ ചെയ്ത് വെക്കാൻ വേണ്ടി നല്ലപോലെ ശ്രദ്ധിക്കുക. നമ്മൾ അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഇതേപോലെ സാധാരണ ചെറിയ മെഷീൻ ഉപയോഗിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണത്. നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇതേപോലത്തെ ചെറിയ മോട്ടറായിരിക്കണം. പക്ഷേ ഒരിക്കലും നമ്മൾ ഈ അംബ്രല്ല മെഷീനൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് വലിയ മോട്ടർ ഉണ്ടല്ലോ, അങ്ങനത്തെ മോട്ടർ നമ്മുടെ ഈ മെഷീനിനകത്ത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ചെറുതല്ലാതെ നല്ല വലിയ മോട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ മെഷീന് ഭയങ്കര സൗണ്ടായിരിക്കും. ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണെന്നറിയില്ല മോട്ടർ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സാധാരണ ചെറിയ മോട്ടറാണോ അതോ വലിയ മോട്ടറാണോ നമ്മൾ വെച്ചേക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ചെറിയ മോട്ടറാണ് നമ്മുടെ മെഷീന് വെക്കേണ്ടത്. വലിയ മോട്ടർ വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റി എന്താ പറയുക അനുസരിച്ച് അത് നല്ലപോലെ വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ മെഷീൻ്റെ ഓരോ പാർട്സും നല്ല സ്പീഡിൽ കറങ്ങുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഓരോ പാർട്സും തേഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. വലിയ മോട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ പാർട്സൊക്കെ തേഞ്ഞ് തീരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മെഷീൻ്റെ ഓരോ പാർട്സും ചേഞ്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്, പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സൗണ്ട് ഒരു രക്ഷ ഉണ്ടാവില്ല, നല്ല സൗണ്ടായിരിക്കും നമ്മൾ വലിയ മോട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ മെഷീന്. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് സൗണ്ടിൻ്റെ, അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ടും പിന്നെ സൗണ്ട് മാറാത്തത്, മോട്ടർ വെച്ചിട്ട് സൗണ്ട് മാറാത്തത് ഈ നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടർ നല്ല മോട്ടറാണോ വലുതാണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും മോട്ടറിൻ്റെ ഉള്ളിലോട്ട്
ഇതിലോട്ടൊന്നും ഒരിക്കലും ഓയിൽ ഇടരുത്. അതാണ് ഈ കത്തിപ്പോവാനും ഷോക്ക് അടിക്കാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇനി നമുക്ക് ഒട്ടും അറിവില്ലാത്ത ചിലപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷെ നമുക്ക് അതിനെക്കുറിച്ചൊരു അറിവുണ്ടാവില്ല. നമ്മൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ പോലും ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് നമ്മൾ മെഷീനകത്ത് ഉപയോഗിക്കുന്ന സൂചി. നമ്മൾ സാധാരണ കടയിൽ ചെന്നിട്ട് ചോദിക്കുന്നത് എന്താ, ചേട്ടാ സാധാരണ തയ്യൽ മെഷീൻ്റെ സൂചി ഇല്ലെങ്കിൽ 16 സൈസുള്ള സൂചി. അപ്പോൾ ഇങ്ങനത്തെ സൂചി മേടിച്ച് നമ്മൾ തയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇത് ഏത് ടൈപ്പാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ടൈപ്പ് സൂചിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് 16 എന്ന് എഴുതിയിട്ടുള്ള നമ്മൾ സൈസ് നമ്മൾ ശ്രദ്ധിച്ചു. പക്ഷേ ഈ സൈസ് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ ഈ സൂചിയിൽ ഒരു വെട്ടുണ്ടാവും. അതായത് ഈ സൂചിയുടെ ഈ ഒരു സൈഡിൽ കണ്ടോ ഇതേപോലെ ഒരു വെട്ട് വരുന്നത്, ഇങ്ങനത്തെ സൂചിയാണ് നമ്മൾ നമ്മുടെ ഈ സാധാരണ തയ്യൽ മെഷീന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. ഇതേ സൈസ് തന്നെ ഇങ്ങനെ തന്നെ കണ്ടോ, ഇതേ സൈസിൽ 16 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ഉരുണ്ടിട്ട് ഈ ഒരു വെട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇങ്ങനത്തെ ഒരു നീഡിലും സൂചിയും കൂടെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ മേടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ സാധാരണ സിംഗിൾ നീഡിൽ മെഷീനുള്ള സൂചിയാണ്, വെട്ടുള്ള ടൈപ്പാണ്, 16 സൈസ് വേണ്ടതെന്നും പറഞ്ഞിട്ട് അതാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളിത് മേടിക്കാൻ വേണ്ടി. ഇങ്ങനെ ഉരുണ്ടുള്ള ഈ സെയിം സൈസുള്ള 16 സൂചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പവർ മെഷീന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ള സൂചിയാണ്. ഇത് പവർ മെഷീനിൽ ഉപയോഗിക്കുന്ന ഈ സൂചി ചിലർ ഈ സാധാരണ മെഷീനകത്ത് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ സൂചി ഞാൻ ഇങ്ങനെ പറയും എൻ്റെ അടുത്ത് എപ്പോഴും, എന്താ പറയുക, സ്റ്റിച്ച് പൊട്ടിപ്പോവുകയാണ്, സ്റ്റിച്ച് ഒട്ടും ശരിയാവുന്നില്ല, നീഡിൽ പൊട്ടിപ്പോവുകയാണ്, അതേപോലെ തന്നെ നല്ല സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഗ്യാപ്പ് വരുവാണ്, ലൂപ്പ് വരിക, കട്ട പിടിക്കുക, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ സൂചിയാണ് അവൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവളടുത്ത് പറഞ്ഞൊരു സൂചി ഒന്ന് മാറ്റി നോക്കി, ഇങ്ങനത്തെ സൂചി ഇതിനകത്തല്ല ഉപയോഗിക്കുന്നത്, ഇത് ജാക്കിൻ്റെയൊക്കെ പവർ മെഷീനകത്തൊക്കെയാണ് ഉപയോഗിക്കുന്ന സൂചിയാണ്, സെയിം സൈസ് തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ ആ സെയിം സൈസാണല്ലോ, സെയിം സാധനമാണല്ലോ, ഇവിടെ ഇങ്ങനെ വെട്ടുണ്ട് വെട്ടില്ല, ഇതേ വ്യത്യാസമുള്ളൂ, അതുകൊണ്ട് ഇത് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും സ്റ്റിച്ച് കാര്യങ്ങളൊന്നും വരില്ല. ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും. അപ്പം നിങ്ങൾ ഇത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ വെട്ടുള്ള ഈ ഒരു 16 സൈസ് നീഡിൽ തന്നെ മേടിച്ച് ഉപയോഗിക്കുക കേട്ടോ. ഇനി പലർക്കും അറിയാത്ത കാര്യം, ചിലപ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കത്തുണ്ടാവില്ല, ഈ സൂചി നമ്മൾ കറക്റ്റായിട്ടാണോ ഇട്ടേക്കുന്നത്, എത്രത്തോളം ഇത് പ്രോപ്പറായിട്ട് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്, ഏത് സൈഡാണ് ഇട്ടേക്കുന്നത്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് നമ്മുടെ സാധാരണ ഈ മെഷീൻ്റെ നീഡിലാണ്. അപ്പോൾ ഈ നീഡിലിൻ്റെ ഈ വെട്ട് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് വരുന്ന പോലെ വേണം നീഡിലിടാൻ വേണ്ടിയിട്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെ ഇടേണ്ടതെന്നുള്ളത് പ്രോപ്പറായിട്ട്. ഈ ഒരു വെട്ട് വരുന്ന ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുക. മറ്റേ നീഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കയറ്റി കൊടുക്കത്തേ ഉള്ളൂ. അപ്പം ഈ താഴ്ഭാഗത്തെ നീഡിലിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു വെട്ട് പോലെ വരുന്നുണ്ട്, ഒരു കേവ് പോലെ വരുന്നുണ്ട്. അത് ഈ റൈറ്റ് സൈഡിലോട്ട് വരുന്ന പോലെ ആയിരിക്കും നമ്മൾ ഇടുക. പക്ഷേ അങ്ങനത്തെ അല്ല നീഡിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതേപോലത്തെ തന്നെ ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള, ഇങ്ങനെ ഒരു സൈഡ് ഫ്ലാറ്റ് ആയിട്ടുള്ള നീഡിലാണ് ഉപയോഗിക്കേണ്ടത്. അത് നമ്മൾ ഇതേപോലെ ഒന്ന് നന്നായിട്ട് ലൂസ് ചെയ്ത് ഇങ്ങനെ ഉള്ളിലേക്ക് മുഴുവനായിട്ട് നമ്മളിതിങ്ങനെ കറക്റ്റായിട്ട് തന്നെ അത് കയറ്റി കൊടുക്കണം. ഇത് ഞാൻ ടൈറ്റാക്കുക ചെയ്തേ. ഓക്കെ, ലൂസാക്കിയിട്ട് ഇങ്ങനെ പ്രോപ്പറായിട്ട് അത് എങ്ങനെ ഉള്ളിൽ പോവും എന്നുള്ളത്. ഇവിടെ ഒരു തൊട്ട് മുകളിലായിട്ടൊരു സ്ക്രൂ ഉണ്ടല്ലോ, ഈ സ്ക്രൂവിൽ ടച്ച് ആകുമ്പോഴാണ് ഇതിവിടെ നിൽക്കുന്നത്. അപ്പം അത് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് കയറിയോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ഇതിങ്ങനെ ടൈറ്റാക്കി കൊടുക്കാം. അതും പ്രോപ്പറായിട്ട് ടൈറ്റാക്കി കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ കുറച്ച് താഴേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നല്ല ടൈറ്റായിട്ടാണോ ഇട്ടേക്കുന്നത് എന്നുള്ളത് നോക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ താത്തിയൊക്കെ നോക്കുക, എവിടെയെങ്കിലും ടച്ച് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഒന്നും പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നീഡിലിങ്ങനെ പ്രോപ്പറായിട്ട് കറക്റ്റ് നീഡിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുക, ഇടുക. ഇനി നമ്മുടെ ഏത് ടൈപ്പാണ് നമ്മുടെ മെഷീൻ്റെ യൂസേജ്, അതായത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ മെഷീൻ ഉപയോഗിക്കുന്നത്. സാധാരണ എന്തെങ്കിലുമൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ടാണോ, പോളിസ്റ്റർ പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒഴുക്കം മെറ്റീരിയലോ, പോളിസ്റ്റർ മെറ്റീരിയലോ, കട്ടിയുള്ള മെറ്റീരിയലോ, അങ്ങനെ ഏത് ടൈപ്പ് മെറ്റീരിയലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, ബനിയൻ ക്ലോത്ത് ആണോ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ മെഷീൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ പർച്ചേസ് ചെയ്യാൻ. ഇതൊക്കെ സാധാരണ എന്തെങ്കിലും ചെറിയ കോട്ടൻ്റെയൊക്കെ പോലത്തെ നല്ല ചെറിയ സാധനങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ് സിംഗിൾ നീഡിൽ മെഷീൻ. അപ്പോൾ ഇതിനകത്ത് വേറെ മെറ്റീരിയലുകളോ പല മെറ്റീരിയലുകളോ സ്റ്റിച്ച് ചെയ്തിട്ട് അത് സ്റ്റിച്ച് പിടിക്കുന്നില്ല, എന്താ പ്രശ്നം എന്നറിയില്ല, അത് എൻ്റെ മെഷീനകത്ത് സ്റ്റിച്ച് പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഇത് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടുള്ള മെഷീൻ അല്ല. അങ്ങനെ നമ്മളങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാവശ്യത്തിനനുസരിച്ച് പറഞ്ഞ് ആ രീതിയിലുള്ള മെഷീനുകളൊക്കെയാണ് കേട്ടോ മേടിച്ച് ഉപയോഗിക്കേണ്ടത്.
ഇനി നമ്മുടെ നീഡിൽ പൊട്ടാനുള്ള കാരണങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത്. നമ്മുടെ നീഡിൽ പൊട്ടുന്നതിനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തിക്നെസ് ഉള്ള മെറ്റീരിയലില്ലേ, അതായത് ജീൻസ് പോലുള്ള മെറ്റീരിയലൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നീഡിൽ പൊട്ടാനോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്ന് കുത്തിയിട്ട് ഈ നീഡിൽ ഇങ്ങനെ വളയാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ വളയുമ്പോഴൊക്കെയാണ് ഇത് പൊട്ടുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മിഷീനകത്ത് സ്റ്റിച്ച് നീങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്ലോത്തിൽ ഇങ്ങനെ പിടിച്ച് വലിക്കും, ഇങ്ങനെ നീക്കി കൊടുക്കും. അങ്ങനെ നീക്കി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ നീഡിൽ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ വന്ന് വളഞ്ഞ് ഇവിടെയൊക്കെ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഈ നൂലെ പിടിച്ചിങ്ങ് വലിക്കത്തില്ലേ, അതായത് നമ്മൾ ഈ നൂല് സ്റ്റിച്ച് ചെയ്ത് തീർത്ത് കഴിഞ്ഞ് നമ്മൾ ഈ നൂല് കട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് കട്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നീഡിൽ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്, നീഡിൽ വളയാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ നീഡിൽ എവിടെയെങ്കിലും വന്ന് ഇങ്ങനെ വളഞ്ഞിട്ട് കൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് നീഡിൽ പൊട്ടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷട്ടിലുണ്ടല്ലോ, ഈ ഷട്ടിലിൽ വരുന്ന തേയ്മാനം കാരണം നീഡിൽ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഷട്ടിൽ തേഞ്ഞിട്ട് ഇതിങ്ങനെ കുറച്ചിങ്ങനെ ഇളകി ഭയങ്കരമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ ഇളകും. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ വന്ന് തട്ടിയിട്ട് നമ്മുടെ നീഡിൽ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ നീഡിൽ പൊട്ടാനുള്ള കാരണങ്ങൾ. പക്ഷേ ഈ നീഡിൽ പൊട്ടുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീഡിൽ പൊട്ടുന്നത് നമ്മുടെ നൂല് പൊട്ടുന്നത് തമ്മിൽ നല്ല ബന്ധമുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ നീഡിൽ പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് വന്ന് ഏത് ഭാഗത്താണ് തട്ടുന്നത്, നമ്മുടെ പ്രഷർ ഫൂട്ടിലാണോ നമ്മുടെ ഷട്ടിലാണോ, അതേപോലെ നമ്മുടെ ഈ പ്ലേറ്റ് ഉണ്ടല്ലോ, ഈ നീഡിൽ പ്ലേറ്റ്, ഈ പ്ലേറ്റിലാണോ വന്ന് തട്ടുന്നത് എന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അങ്ങനെ നീഡിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ ചെറിയ കാരണങ്ങളും നീഡിൽ പൊട്ടും. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ നീഡിൽ മാറ്റുന്നു, വേറൊരു പുതിയ നീഡിൽ എടുത്തിടുന്നു, സ്റ്റിച്ച് ചെയ്യുന്നു. അങ്ങനെ നമ്മളിങ്ങനെ സൂചി മാറ്റി കൊടുക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ ഈ സൂചി പൊട്ടുന്ന കാര്യം നമ്മളിപ്പോൾ നോക്കി, പക്ഷേ ഈ സൂചി പൊട്ടുന്ന കാര്യവും ത്രെഡ് പൊട്ടുന്ന കാര്യവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഇങ്ങനെ നമ്മൾ എവിടെയൊക്കെയാണ് പൊട്ടുന്നതെന്നുള്ളത് എന്തുകൊണ്ടാണെന്നുള്ളത് മാത്രമേ ഇപ്പോൾ പറഞ്ഞോളൂ, എവിടെയൊക്കെ തട്ടിയാണ് പൊട്ടുന്നതെന്നുള്ളത്. പക്ഷേ ഇത് കാരണം നമ്മുടെ നൂല് പൊട്ടാനുള്ള ചാൻസും കൂടുതലാണ്. നമ്മുടെ നൂല് പൊട്ടുന്നതിൻ്റെ ബാക്കി നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ടെൻഷൻ ടൈറ്റ് ചെയ്ത് നോക്കും. ടെൻഷൻ സെറ്റ് ഒന്ന് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ലൂസാക്കി കൊടുക്കും നൂല് പൊട്ടാതിരിക്കാൻ വേണ്ടി. ഇല്ലെന്നുണ്ടെങ്കിൽ താഴത്തെ ബോബിൻ കേസ് ഊരിയിട്ട് അതും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ സ്ക്രൂ ഒക്കെ ഒന്ന് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ലൂസാക്കി കൊടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ത്രെഡ് പഴയ ത്രെഡൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയും നൂല് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടും നമ്മുടെ നൂല് പൊട്ടുന്ന പ്രശ്നം മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സൂചി പൊട്ടിയതിൻ്റെ ഒന്ന് എങ്ങനെയാണ് സൂചി പൊട്ടിയത്, നമ്മൾ സാധാരണ എന്താ ചെയ്യുക, സൂചി പൊട്ടിയാൽ ഈ സൂചി മാറുന്നു, പുതിയൊരു സൂചി എടുത്തിടുന്നു. പക്ഷെ ഇത് എവിടെ തട്ടിയാണ് നമ്മൾ പൊട്ടിയേക്കുന്നത്, ആ സൂചി തട്ടിയ ഭാഗത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ഇതുവരെ നോക്കിയിട്ടുണ്ടാവില്ല. നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ നീഡിൽ പ്ലേറ്റ് നമ്മൾ അഴിക്കുകയാണ്. അഴിച്ചിട്ട് നീഡിൽ പൊട്ടുന്ന സമയത്ത് നമ്മുടെ ഈ നീഡിൽ പ്ലേറ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. അതായത് ഈ 2 സ്ക്രൂ ഒന്ന് അഴിച്ചു കൊടുക്കുക, എന്നിട്ട് നീഡിൽ പ്ലേറ്റ് ഒന്ന് അഴിച്ചെടുക്കണം. ഇങ്ങനെ വലിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. ചെറുതാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലൊക്കെ തട്ടുന്നതുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ വലുത് ഉപയോഗിക്കാം. ഇപ്പം നമ്മുടെ നീഡിൽ പ്ലേറ്റ് നമ്മൾ അഴിച്ച് നോക്കിയിട്ടുണ്ട്. ഈ നീഡിൽ പ്ലേറ്റിൻ്റെ ഇവിടെ കണ്ടോ സ്ക്രാച്ചുകൾ വന്നിരിക്കുന്നത്, അതായത് നമ്മൾ ഈ നീഡിൽ വന്നിട്ട് ഇവിടെ തട്ടിയിട്ടാണ് പൊട്ടുന്നത്. ഇങ്ങനെ പൊട്ടുന്ന സമയത്ത് ഇതേപോലെ സ്ക്രാച്ചുകൾ വരും. ഈ സ്ക്രാച്ചുകൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടിയിലത്തെ നൂല് മുകളിലോട്ട് ഉയർന്നു വരില്ലേ, ആ ടൈമിൽ ഈ സ്ക്രാച്ചുകളിൽ തട്ടിയിട്ടാണ് നമ്മുടെ നൂല് പൊട്ടുന്നത്. നമ്മൾ ഈ സൂചി പൊട്ടുന്നത് കൊണ്ട് നമ്മൾ സൂചി മാത്രം മാറ്റിക്കൊണ്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്ലേറ്റ് സെറ്റായിട്ട് ഫുള്ളായിട്ട് മാറ്റാൻ കിട്ടും. അപ്പോൾ ഈ പ്ലേറ്റ് ഫുള്ളായിട്ട് മാറ്റിയെങ്കിലേ നമ്മുടെ ഈ ഒരു ത്രെഡ് പൊട്ടുന്ന പ്രശ്നം ഇവിടെ അവസാനിക്കത്തുള്ളൂ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഈ പ്രഷർ ഫൂട്ട് ഒന്ന് അഴിച്ചു നോക്കുക. കണ്ടോ, ഈ പ്രഷർ ഫൂട്ടിൻ്റെ ഈ പ്രഷർ ഫൂട്ടിൻ്റെ ഇവിടെ കണ്ടോ കുറച്ച് സ്ക്രാച്ചസ്. ഇതും ഇതുപോലെ തന്നെ നീഡിൽ വന്ന് തട്ടിയിട്ട് ഒടിഞ്ഞ സമയത്ത് വന്നിട്ടുള്ള സ്ക്രാച്ചുകളാണ്. ഈ സ്ക്രാച്ചുകളൊക്കെ നമ്മുടെ ത്രെഡ് പൊട്ടാനുള്ള മെയിനായിട്ടുള്ള റീസൺ ആട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സ്ക്രാച്ച് വരുന്ന സംഭവങ്ങൾ ഷട്ടിലാണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്താലേ നമ്മുടെ ഈ ത്രെഡ് പൊട്ടുന്ന പ്രശ്നം ഇല്ലാതാവത്തുള്ളൂ. നമുക്ക് നമ്മുടെ ഈ മിഷീൻ്റെ എല്ലാ പാർട്സും നമുക്ക് ചേഞ്ച് ചെയ്യാൻ മേടിക്കാനൊക്കെ കിട്ടും. മാർക്കറ്റിൽ എല്ലാം അവൈലബിൾ ആണോ. അപ്പോൾ നമ്മൾ ഈ പ്രഷർ ഫൂട്ട് ആണെങ്കിലും അതേപോലെ തന്നെ ഈ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്യുക. ഇതേപോലെ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ത്രെഡ് പൊട്ടുന്ന പരിപാടി ഒരിക്കലും നിൽക്കില്ല. നമ്മൾ ബാക്കി എന്ത് കാര്യം ചെയ്താലും ഈ നൂല് പൊട്ടി പോകുന്നതിൻ്റെ കാര്യങ്ങൾ നിൽക്കുകയില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതേപോലെ പാർട്സുകൾ ഏതൊക്കെയാണ് ഡാമേജ് ഉള്ളത്, എന്തൊക്കെയാണ് സ്ക്രാച്ചസ് ഉള്ളതെന്ന് നോക്കിയിട്ട് അത് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. ഇതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ
ബോബിൻ കേസ് ഉണ്ടല്ലോ, ഈ ബോബിൻ കേസ് ചിലർ വർഷങ്ങളായിട്ട് ഒരേ ബോബിൻ കേസ് ആയിരിക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിത് ഇടയ്ക്കൊന്ന് ചേഞ്ച് ചെയ്യണം. ഇത് കണ്ടോ, ഇത് ഭയങ്കരമായിട്ട് തുരുമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ നീഡിൽ തട്ടിയിട്ട് ഇതേപോലെ സ്ക്രാച്ചുകൾ നമ്മുടെ ഈ ബോബിൻ കേസിലും വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ സ്ക്രാച്ചസ് വരിക എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോബിൻ കേസിൽ തട്ടിയിട്ട് നമ്മുടെ ത്രെഡ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഈ ബോബിൻ കേസിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ മെഷീൻ ആദ്യം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ ബോബിൻ കേസ് ഒരെണ്ണം എക്സ്ട്രാ മേടിക്കുന്നത് വളരെ നല്ലതാണ്. പലർക്കും അറിയാതെ നമ്മൾ ബോബിൻ കേസ് ഷോപ്പിൽ പോയി മേടിക്കും. പക്ഷേ നമ്മൾ മേടിക്കുന്നത് ഇങ്ങനത്തെ ഡബിൾ മെഷീൻ്റെയോ അല്ലെങ്കിൽ പവർ മെഷീൻ്റെയൊക്കെ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ബോബിൻ കേസൊക്കെ ആയിരിക്കും ചിലപ്പോൾ മേടിക്കുന്നത്. നമ്മുടെ ഈ മെഷീൻ സിംഗിൾ മെഷീന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ബോബിൻ കേസാണ് ഉള്ളത്. ബോബിൻ ആണെങ്കിലും ഡിഫറെൻ്റ് ആണ്, ബോബിൻ കേസ് ആണെങ്കിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് എടുത്തു പറഞ്ഞ് ഇതിൻ്റെ തന്നെ നമ്മൾ മേടിച്ച് ഉപയോഗിക്കുക കേട്ടോ. ചിലർ അറിയാണ്ട് ചേട്ടാ ഒരു ബോബിൻ കേസ് എന്ന് പറഞ്ഞ് സാധനം മേടിച്ചുകൊണ്ട് വരും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് എന്താണെന്നുള്ളത് നോക്കുമ്പോഴായിരിക്കും ഇത് മാറിപ്പോയത് നമ്മൾ അറിയുന്നത്. നമ്മുടെ മെഷീനിൽ അത് സൂട്ടായി പോകത്തില്ല. 30 രൂപയുടെയോ 40 രൂപയുടെയൊക്കെ കാര്യം ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ ബോബിൻ കേസൊക്കെ മേടിക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ ബോബിൻ കേസ് നമ്മൾ കറക്റ്റായിട്ടുള്ളത് മേടിച്ച് എപ്പോഴും എക്സ്ട്രാ ഒരെണ്ണം വെക്കുക. കാരണം കയ്യിൽ ഒരെണ്ണം വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ് അതവിടെ അവസാനിപ്പിച്ച് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരെണ്ണം നമ്മുടെ കയ്യിൽ എപ്പോഴും എക്സ്ട്രാ ഉണ്ടാവണം കേട്ടോ. ഇനി നമ്മൾ നേരെ വരുന്നത് നമ്മുടെ ഈ ബോബിൻ വൈൻഡ് ചെയ്യുന്ന ഭാഗത്താണ്. നമ്മുടെ ഈ ബോബിൻ വൈൻഡർ ഇങ്ങനെ ഒരു സെറ്റായിട്ട് തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും. പലരും ചെയ്യുന്ന കാര്യം, നമ്മുടെ ബോബിൻ വൈൻഡർ പ്രശ്നമൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും നമ്മൾ ഇതേപോലെ സ്ക്രൂ ഡ്രൈവറിനകത്ത് പിടിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് ഇങ്ങനെ വീലിൽ ഇങ്ങനെ കറക്കിയിട്ടായിരിക്കും ബോബിൻ വൈൻഡ് ചെയ്യുന്നത്. അതായത് ബോബിൻ്റെ നൂല് ചുറ്റുന്നത് ഇങ്ങനെ സ്ക്രൂ ഡ്രൈവറിനകത്ത് ബോബിൻ കയറ്റിയ ശേഷം ആയിരിക്കും കൂടുതലും വൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീലിലൊക്കെ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ആ ഒരു മെഷീൻ്റെ ആ ഒരു ഭംഗി അങ്ങ് പോയി കിട്ടും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ ഈ ബോബിൻ വൈൻഡറിൽ തന്നെ ബോബിൻ വൈൻഡ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ നൂല് ചെറ്റുന്നത് ചിലപ്പോൾ ഈ സാധനം ഇത് കണ്ടോ ഇതേപോലെ ഇളകി കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റായിട്ട് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. ഒട്ടും റെഡി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഒരു റബ്ബർ ബുഷ് വരുന്നുണ്ട്. ഈ റബ്ബർ ബുഷ് മാറ്റിയാൽ തന്നെ നമ്മുടെ ബോബിൻ കേസ് ബോബിനിൽ നൂല് വൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം തന്നെ ഈ 50 രൂപയുടെ ഉള്ളിലുള്ള കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ ഒരു റബ്ബർ നമുക്ക് മേടിക്കാൻ കിട്ടും. അതും ബട്ടൺ ഹൗസിലോ ഷോപ്പിലൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും. അപ്പോൾ ഈ സാധനം ഒന്ന് ചേഞ്ച് ചെയ്താൽ തന്നെ നമ്മുടെ ഇതിൻ്റെ നൂല് ചുറ്റുന്നതിൻ്റെ പ്രശ്നം നമ്മളിവിടെ ഒഴിവാകും. പരമാവധി ഇതിനകത്ത് ചുറ്റാതിരിക്കുക. ഇനി നിങ്ങൾക്ക് അതാണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തോ, പ്രശ്നമില്ല കേട്ടോ. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്, നമ്മൾ ഈ മെഷീൻ എപ്പോഴും മൂടിയിടണം. നമ്മൾ ഈ മെഷീൻ മേടിക്കുന്ന സമയത്ത് തന്നെ ഒരു കവർ നമുക്കിതിൻ്റെ കൂടെ കിട്ടും. അതായത് ഒരു ബോക്സ് ആയിട്ടുള്ള നമ്മുടെ ഇത് മൂടി വെക്കുന്ന, അതായത് മെഷീൻ മൂടി വെക്കുന്ന ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ടുള്ളത് മേടിക്കാൻ കിട്ടും. അത് മിക്ക മെഷീൻ്റെയും കൂടെ വരുന്നതാണ്. പരമാവധി അതായത് നമ്മുടെ ഷോപ്പുകാരെന്നത് ചിലപ്പോൾ അത് നമുക്ക് തന്നെന്ന് വരത്തില്ല. അപ്പോൾ നമ്മൾ ചോദിച്ച് തന്നെ മേടിക്കുക, ചേട്ടാ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ ബോക്സ്, അത് ഇതിൻ്റെ കൂടെ കിട്ടുന്നതല്ലേ, അത് കിട്ടില്ലേ എന്ന് പറഞ്ഞ് നമ്മളത് ചോദിച്ച് മേടിച്ചെടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ബോക്സ് മേടിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഇനി പറയാൻ വന്നതിൻ്റെ മെയിൻ കാര്യം, നമ്മൾ എപ്പോഴും മെഷീൻ മൂടി ഇടണം എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ തുണി ഇട്ടിട്ടൊക്കെ ആണെങ്കിൽ മൂടുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ വേനൽക്കാലത്തൊന്നും അത്ര വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷെ മഴക്കാലത്ത് നമ്മുടെ മെഷീൻ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത് മഴക്കാലത്താണ്. അപ്പം നമ്മൾ ഈ മഴക്കാലത്ത് മെഷീൻ എപ്പോഴും കവർ ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ സേഫായിട്ട് വെക്കണം. കാരണം ഈ മഴയത്ത് ഈർപ്പവും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ മെഷീൻ്റെ ഓരോ പാർട്സിനും തുരുമ്പും കാര്യങ്ങളൊക്കെ വരാനുള്ള മെയിനായിട്ടുള്ള റീസണാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മഴക്കാലത്ത് സമയത്ത് നമ്മുടെ മെഷീനകത്ത് ഒരുപാട് കംപ്ലൈൻറ്റുകൾ വരും. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ മെഷീൻ നല്ല രീതിയിൽ മൂടി സേഫായിട്ട് എടുത്തു വെക്കുക. അടുത്തായി നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ വീല് മാത്രം കിടന്ന് കറങ്ങും. നമ്മുടെ മിഷ്യൻ്റെ ഈ നീഡിലിൻ്റെ ഈ ഒരു പൊസിഷനിൽ ആദ്യമൊന്നും ഒരു അനക്കമൊന്നും കേൾക്കില്ല, ജസ്റ്റ് ഒരു സൗണ്ട് മാത്രം കേൾക്കത്തുണ്ടാവുള്ളൂ. ആ സൗണ്ടിൽ ഈ വീല് മാത്രം ജസ്റ്റ് കറങ്ങുന്നുണ്ടാവുള്ളൂ. ഇങ്ങനെ വീല് ലൂസായിട്ട് ഇങ്ങനെ പോകുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു വീൽ നെട്ടുണ്ട്. ഈ വീൽ നെട്ടും ഇതേപോലെ ഒരു സ്ക്രൂ ഉണ്ട്. അപ്പം നമ്മൾ ഇതൊന്ന് അഴിച്ച് സെറ്റ് ചെയ്യണം. അതായത് ഇത് നമുക്ക് ഈ സ്ക്രൂ ആദ്യം ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇതൊന്ന് അഴിച്ചെടുക്കുക. അതിനുശേഷം ഇത് കറക്റ്റായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് തിരിച്ച് അതേപടി തന്നെ ടൈറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ വീല് നല്ല ടൈറ്റ് ആയിക്കോളും. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ വല്ല കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കയറി ഒന്ന് കാണുക കേട്ടോ. എന്നിട്ട് അങ്ങനെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം, ഇടയ്ക്കൊന്ന് സ്കിപ്പ് ചെയ്ത് പോവാതെ ഈ അതായത് നമ്മൾ ഓരോ കാര്യങ്ങളും നല്ല മൈന്യൂട്ടായിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോന്നും എടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണണം കേട്ടോ.
ഇനി നമ്മൾ വീണ്ടും വരുന്നത് നമ്മുടെ മോട്ടറിനെ കുറിച്ചാണ്. മോട്ടറിൻ്റെ കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതും ഏത് മോട്ടറാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ ഈ മോട്ടറിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമാണ് ഈ മോട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഷോക്ക് വരിക എന്നുള്ളത്. നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെയൊക്കെ കൈയൊക്കെ തട്ടുമ്പോഴായിരിക്കും ചെറിയൊരു തരിപ്പ് പോലെ നമ്മുടെ കയ്യിലൊരു ചെറിയൊരു ഷോക്കിൻ്റെ ഒരു അടി വരും. അപ്പോൾ ഇങ്ങനെ വരുന്നത് നമ്മുടെ മോട്ടറിന് കുറച്ച് ചെറിയ കാര്യങ്ങളുണ്ട്. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ടാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതായത് ഇങ്ങനെ ഷോക്ക് വരിക എന്നുണ്ടെങ്കിൽ നമ്മുടെ കാർബൺ തേഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഷോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. കാർബൺ തേയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ സ്ക്രൂ അഴിച്ച് നമ്മൾ ഇതിനുള്ളൊരു കാർബൺ എന്ന് പറഞ്ഞ ചെറിയ സംഭവമുണ്ട്. അത് നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അത് നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഷോപ്പിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. ഇപ്പം തന്നെ നമ്മുടെ വീഡിയോ നല്ല ലോങ് ആയി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞ് മാത്രം പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കാർബൺ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം കാർബൺ ചേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷോക്കിൻ്റെ ഒരു റീസൺ അതാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്സിലേറ്റർ, അതായത് ആക്സിലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചവിട്ടുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിനാണ് ആക്സിലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്സിലേറ്റർ നമ്മൾ ഈർപ്പമുള്ള ഭാഗത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നനവ് കൊണ്ട് നമുക്ക് ഷോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നമ്മൾ ഈ ആക്സിലേറ്ററും അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ വയറും ഒരു പിന്നും ഉണ്ടല്ലോ, അതേപോലെ തന്നെ നമ്മുടെ മോട്ടറും അതിൽ നിന്നൊരു പിന്നും ഉണ്ടല്ലോ. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ടുള്ള രീതിയിലല്ല കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഷോക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഷോക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഊരിയിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ ഒന്ന് കുത്തി നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഷോക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ടല്ല കുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഷോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് അഴിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിലൊന്ന് കുത്തി നോക്കുക കേട്ടോ. ഇനി മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മോട്ടറിൻ്റെ ഉള്ളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കരിഞ്ഞ സ്മെല്ല്, ഒരു പുക വരിക, അല്ലെങ്കിൽ ചെറിയ സ്മെല്ല് വരുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മോട്ടറിനുള്ളിലെ കോയിൽ അടിച്ചു പോയിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ നമ്മുടെ മോട്ടറിൻ്റെ കോയിൽ ഉള്ളിൽ അടിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ സ്മെല്ല് വരിക. ഇങ്ങനെ സ്മെല്ല് വരിക എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മോട്ടർ കൊണ്ടുപോയി നന്നാക്കി തരുമൊക്കെ ചെയ്യും. പക്ഷേ അങ്ങനെ നന്നാക്കുന്ന സമയത്ത് നല്ല എക്സ്പെൻസീവ് ആവുകയും ചെയ്യും. ഇതിലും ഭേദം നമ്മളൊരു മോട്ടർ മേടിക്കുന്നതായിരിക്കും നല്ലത്. അതിന് അങ്ങനെ വരിക, ഇങ്ങനെ പുകയും മണമൊക്കെ വരിക എന്നുണ്ടെങ്കിൽ കോയിൽ പോയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോയിൽ ചേഞ്ച് ചെയ്യാൻ നിൽക്കരുത്. നല്ലൊരു മോട്ടർ, നല്ലൊരു വാറൻറ്റിയൊക്കെ ഉള്ള ഒരു മോട്ടർ നോക്കി നമ്മൾ മേടിച്ചിട്ട് അത് ഫിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പുതിയ മോട്ടർ മേടിക്കുന്ന അത്രയും എക്സ്പെൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ പിന്നെ ഒരു കുറച്ച് നാളിനുള്ളിൽ തന്നെ അത് പിന്നെയും പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിനൊരു വാറൻറ്റി ഇല്ല എത്ര നാളെ നിൽക്കും എന്നുള്ളത്. അപ്പോൾ കോയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമ്മുടെ മോട്ടർ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ പറഞ്ഞ 3-4 പോയിന്റുകളുണ്ടല്ലോ, അതായത് കാർബൺ തേഞ്ഞിട്ട് ഉള്ള പ്രശ്നം, അതേപോലെ ആക്സിലേറ്റർ ഈർപ്പുള്ളിടത്ത് വെക്കാതിരിക്കുക, ഈ 3 പിന്നുകൾ നേരെ കുത്തുക, അതേപോലെ തന്നെ കോയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മോട്ടർ മാറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ മെഷീനകത്ത് വരുന്ന ഷോക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഒന്ന് സെറ്റായി കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ചവിട്ടി തയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലത്തെ വയറുണ്ടല്ലോ, ഇങ്ങനത്തെ വീൽ വയർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് തന്നെ നമ്മൾ ഉപയോഗിക്കുക. കുറേ പേര് ഈ തുണി കട്ട് ചെയ്തിട്ട് അതിങ്ങനെ കെട്ടി സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ലൂസായി പോകും. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അതിനേക്കാളും നല്ലത് ഇങ്ങനത്തെ മേടിക്കാൻ. ചെറിയ 20 രൂപ 30 രൂപ അത്രയൊക്കെ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തത് ഒരെണ്ണം മേടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലാതെ നമ്മൾ ക്ലോത്ത് വെച്ച് ഇടുക എന്നുണ്ടെങ്കിൽ അത് എപ്പോഴും പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് സ്റ്റിച്ചും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നമ്മുടെ വീല് കറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നല്ലതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ എന്താ പറയുക, സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അതിനേക്കാളും നല്ലത് നമ്മൾ ഇങ്ങനത്തെ ഒരെണ്ണം മേടിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. വലിയ മോട്ടർ ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ സാധാരണ മോട്ടർ ഉപയോഗിച്ചും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഈ മോട്ടറിൻ്റെ ഒരു വൈബ്രേഷൻ കൊണ്ട് നമ്മുടെ ഈ ടേബിളും ഈ സ്റ്റാൻഡും കൂടെ ഭയങ്കരമായിട്ട് ലൂസാവും. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് കണ്ടോ, ഈ സ്ക്രൂ ലൂസായിട്ട് ഈ ടേബിൾ ഭയങ്കരമായിട്ട് ഷേക്ക് ആവും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 ഇഞ്ചിൻ്റെ ഇതേപോലത്തെ സ്ക്രൂ നമുക്ക് മേടിക്കാൻ കിട്ടും. ഈ സ്ക്രൂ മേടിച്ചിട്ട് നമ്മൾ തൊട്ടിപ്പുറത്തോ ഈ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറ്റി വെച്ചിട്ട് നമുക്ക് സ്ക്രൂ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടേബിൾ നല്ല കറക്റ്റായിട്ട് ടൈറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കിങ്ങനെ റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ ഓയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ മിഷൻ്റെ ഹെഡിൽ മാത്രമല്ല നമ്മൾ ടേബിളിലും എവിടെയൊക്കെയാണ് നമ്മുടെ സ്ക്രൂ വരുന്നത്, ഈ സ്റ്റാൻഡിൽ എവിടെയൊക്കെയാണ് സ്ക്രൂ വരുന്നത് അവിടെയെല്ലാം നമ്മൾ ഓയിൽ ചെയ്ത് കൊടുക്കേണ്ടതാണ്.
ഇതുപോലെ നമ്മുടെ ഈ സാധാരണ തയ്യൽ മെഷീൻ്റെ എല്ലാ പാർട്സും, അതായത് നമ്മുടെ ഹെഡ് ആണെങ്കിലും ശരി, അതപ്പോൾ ഈ വീലാണെങ്കിലും ശരി, ചെറിയ ചെറിയ പാർട്സ്, ഉള്ളിലെ പാർട്സ് ആണെങ്കിലും ശരി, അതേപോലെ തന്നെ ടേബിളിൻ്റെ ഈ വുഡ് വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ടേബിൾ, അതാണെങ്കിലും സ്റ്റാൻഡ് ആണെങ്കിലും ഇതിൻ്റെ ഓരോ കുഞ്ഞു കുഞ്ഞു പാർട്സും നമുക്ക് മേടിക്കാൻ കിട്ടും, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ മെഷീൻ എന്ത് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പാർട്സ് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത. അപ്പോൾ നമുക്കിപ്പോൾ ടേബിൾ മാത്രമേ ഉള്ളൂ, നമുക്ക് ഹെഡ് ഫുള്ളായിട്ട് മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാം. ഇല്ല നമ്മുടെ ടേബിൾ ഫുള്ളായിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടേബിൾ നല്ലത് നോക്കി മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാം. ഇല്ല ചെറിയ പോർഷൻസ് ഏതെങ്കിലും മാത്രമാണ് കംപ്ലയിൻ്റ് എന്നുണ്ടെങ്കിൽ ആ കംപ്ലയിൻ്റ് ഉള്ള ഭാഗം മാത്രം നമുക്ക് സെപ്പറേറ്റ് മാർക്കറ്റിൽ എല്ലായിടത്തും മിക്ക ചെറിയ ചെറിയ പ്ലേസിൽ തന്നെ ഇതിൻ്റെ എല്ലാ പാർട്സും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടത് ആവശ്യമുള്ളൂ കേട്ടോ. ഇനി ഞാൻ ഒന്നുകൂടെ ഒരു കാര്യം എടുത്തു പറയാം. നിങ്ങൾ ആരും ഒരിക്കലും കുക്കിംഗ് ഓയിലോ മണ്ണെണ്ണയും വെളിച്ചെണ്ണയും മിക്സ് ചെയ്തിട്ട് ഒന്നും നമ്മുടെ മെഷീനിൽ ഉപയോഗിക്കരുത്. അത് മെഷീനെ നമ്മളെന്താ കൊല്ലുന്ന അവസ്ഥ. ഇങ്ങനെ ഒരു മണ്ടത്തരം എല്ലാ മിക്ക ആൾക്കാരും കാണിക്കുന്നത് എനിക്കറിയാം. ഞാൻ തന്നെ ഓൾറെഡി പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മണ്ണെണ്ണയും വെളിച്ചെണ്ണയും കൂടെ സമം മിക്സ് ചെയ്തിട്ടും ഒക്കെ മെഷീനിൽ ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ പരിണിത ഫലം നമുക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത്. ഇപ്പം ഞാൻ പ്യുവറായിട്ടുള്ള നല്ല വൈറ്റ് കളർ പ്യുവർ ഓയിൽ മാത്രമാണ് മെഷീനിൽ ഉപയോഗിക്കുള്ളൂ. ഓൾറെഡി നമ്മൾ ജാക്കിൻ്റെ മെഷീനിലൊക്കെ ഉപയോഗിച്ച ഓയിലുണ്ടല്ലോ, ആ ഓയിൽ പോലും ഞാൻ മെഷീനിലോട്ട് ഉപയോഗിക്കാറില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ ഈ വീഡിയോ ഞാനൊരു അവസാനിപ്പിക്കുകയാണ്. കാരണം ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഓരോ വീഡിയോസൊക്കെ ആയിട്ട് ഇതേപോലെ അപ്ലോഡ് ചെയ്യും. ഇങ്ങനെ മെഷീനെക്കുറിച്ചും സ്റ്റിച്ചിങ്ങിനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓരോരോ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ സാധാരണ തയ്യൽ മെഷീനുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.